പൊന്നാനിയിൽ നിർമ്മിക്കുന്ന സംസ്ഥാനത്തെ രണ്ടാമത്തെ കപ്പൽ നിർമ്മാണശാല പദ്ധതിക്കെതിരെ സങ്കുചിതമായ നീക്കങ്ങൾ നടക്കുന്നതായി പി നന്ദകുമാർ MLA പറഞ്ഞു. രാഷ്ട്രീയ താൽപര്യവും വ്യക്തി താൽപര്യവും ഇതിന് പിന്നിലുണ്ടെന്നും MLA കൂട്ടിച്ചേർത്തു. പൊന്നാനിയിൽ നിർമ്മിക്കുന്ന സംസ്ഥാനത്തെ രണ്ടാമത്തെ കപ്പൽശാല പദ്ധതിക്കെതിരെ സങ്കുചിതമായ നീക്കങ്ങൾ നടക്കുന്നതായി പി നന്ദകുമാർ MLA പറഞ്ഞു. പൊന്നാനിയുടെ വികസന കുതിപ്പിന് സഹായകമാകുന്ന പദ്ധതിക്കെതിരെ കുൽസിത ബുദ്ധികളുടെ സങ്കുചിത രാഷ്ട്രീയ നീക്കമാണ് നടക്കുന്നത്. രാഷ്ട്രീയ താൽപര്യവും വ്യക്തി താൽപര്യവും ഇതിന് പിന്നിലുണ്ടെന്ന് MLA പറഞ്ഞു. വലിയ രീതിയിലുള്ള തെറ്റിദ്ധരിപ്പിക്കലാണ് പദ്ധതിയുടെ പേരിൽ നടക്കുന്നത്. ഒരു തരത്തിലും മത്സ്യമേഖലയെ കപ്പൽശാല ബാധിക്കില്ല. അനധികൃത മീൻചാപ്പകൾക്കെതിരായ നടപടി മത്സ്യബന്ധന മേഖലയ്ക്കെതിരായ നടപടിയായാണ് പ്രചരിപ്പിക്കുന്നത്. ഇത് തികച്ചും അവാസ്തവമാണ്. മാരിടൈം ബോർഡിന്റെ കൈവശമുള്ള സ്ഥലത്താണ് മീൻചാപ്പകൾ പ്രവർത്തിക്കുന്നത്. അനധികൃതമായാണ് ഇവയുടെ പ്രവർത്തനം. ഇവിടെ പ്രവർത്തിച്ചിരുന്ന ചാപ്പകൾ മാറ്റി സ്ഥാപിക്കാൻ അനുയോജ്യമായ സ്ഥലം നൽകിയിട്ടുണ്ട്. നിയമത്തിന്റെ യാതൊരു പരിരക്ഷയുമില്ലാത്ത സ്ഥലത്ത് പ്രവർത്തിച്ചു വരുന്ന ചാപ്പകൾക്ക് അനുയോജ്യമായ സ്ഥലം പകരം നൽകുന്ന മാതൃകാപരമായ ഇടപെടലാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടെന്ന് MLA പറഞ്ഞു. കപ്പൽശാലയുമായി ബന്ധപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ കൃത്യമായി ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. മീൻചാപ്പയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടർ യോഗം വിളിച്ചു ചേർക്കുകയും ഇതുമായി ബന്ധപ്പെട്ടവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നടക്കുന്നത് രാഷ്ട്രീയവും വ്യക്തിപരവുമായ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നടക്കുന്ന പ്രചരണങ്ങളാണെന്നും മത്സ്യത്തൊഴിലാളികളുടെ വികാരമല്ലെന്നും MLA പറഞ്ഞു. ഷെഡുകളൊക്കെ ഉണ്ടായിരുന്നു, അത് അനധികൃതമാണ്. പക്ഷേ അതിനകത്ത് ജോലി ചെയ്യുന്ന കുറേ ആൾക്കാരുടെ ഒരു മാനുഷിക പ്രശ്നം, തൊഴിൽ എന്നൊരു മാനുഷിക പ്രശ്നം വെച്ചുകൊണ്ട് അവർക്ക് മാറ്റി കൊടുക്കാനും ആ മാറ്റി കൊടുക്കേണ്ട അടിസ്ഥാനത്തിൽ അവിടെ പ്രത്യേക സ്ഥലം കണ്ടെത്തി ഫിഷിംഗ് ഹാർബറിനകത്ത് തന്നെ സ്ഥലം കണ്ടെത്തി കൊടുക്കാൻ വേണ്ടി തീരുമാനം കളക്ടർ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലെടുത്തു. അതിൽ പങ്കെടുത്തിട്ടുള്ള ആൾക്കാരും വളരെ സാറ്റിസ്ഫാക്ഷൻ കൂടി പിരിഞ്ഞു പോയിരുന്നു. അതിനുശേഷം ചില കുൽസിത ബുദ്ധികൾ അനാവശ്യ പ്രചരണം നടത്തുന്നുണ്ട്. എല്ലാവരും ഒന്നും പറയുന്നില്ല നോമിനെ വെച്ച ആൾക്കാർ. അത് ശരിയല്ല. ഈ വികസനം ശരിക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ആവശ്യമായ പിന്തുണയും സഹായവും എല്ലാവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്നാണ് മുമ്പ് ഇപ്പോഴും ഞാൻ അഭ്യർത്ഥിക്കുന്നത് തന്നെയാണ്. ഇതൊരു വ്യക്തിപരമായോ രാഷ്ട്രീയമായിട്ടോ ഒന്നും കണ്ട വിഷയങ്ങളല്ല. ഇതിനെ സംബന്ധിച്ചിടത്തോളം പൊന്നാനിയുടെ സമഗ്രമായ വികസനം വലിയ തോതിലേക്കുള്ള കുതിപ്പിന് സഹായകരമാകുന്ന ഒരു ഇൻഡസ്ട്രിയാണ്, വ്യവസായമാണ് അവിടെ വരാൻ പോകുന്നത്. കൊച്ചിൻ ഷിപ്പ്യാർഡ് കഴിഞ്ഞാൽ ഏറ്റവും വലിയ രൂപത്തിലേക്കുള്ള ഒരു പ്രൊജക്റ്റായിട്ട് ഇതൊക്കെ മാറും നമുക്കുള്ളത്. അത് ഇവിടുന്ന് പോകാറുണ്ട് അവർക്ക് വേറെ സ്ഥലത്ത് തുടങ്ങാനൊന്നും അവർക്ക് പ്രശ്നം ഉണ്ടാവില്ല. കാരണം അവരെ സംബന്ധിച്ച് ഇൻഡസ്ട്രിയാണ്, അവർ വ്യവസായ താല്പര്യമാണ് നമുക്കുള്ളത്. നമുക്കിവിടെ സമഗ്രമായൊരു പുരോഗതിയും തൊഴിലുമാണ് നമുക്കുള്ളത്. അപ്പോൾ അതിന് സഹായകരമാകുന്ന ഒരു അന്തരീക്ഷം നമുക്ക് എല്ലാവരും കൂടി ഉണ്ടാക്കണം. പൂർണ്ണ പിന്തുണ മുഴുവൻ നാട്ടുകാരും ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്പം ചില കുൽസിത ബുദ്ധികൾ തെറ്റായ രൂപത്തിലേക്കുള്ള ചില പ്രചരണമൊക്കെ നടത്തുന്നുണ്ട്. ഇതിനെ സംബന്ധിച്ചിടത്തോളം സങ്കുചിതമായ രാഷ്ട്രീയം ചിലപ്പോൾ കാണാം, അല്ലെങ്കിൽ വ്യക്തി താല്പര്യം കാണാം. ഇത് രണ്ടുമാണ് ആവാനാണ് വഴിയുള്ളത്. ഒരിക്കലും വികസന പ്രവർത്തനത്തെ രൂപത്തിലേക്ക് എടുക്കാൻ പാടില്ല. അത് ഇനി എല്ലാവരും പിന്തുണ ഉണ്ടാവുമെന്നാണ് ഈ പ്രസ് മീറ്റിങ്ങിൽ എൻ്റെ പ്രധാനമായിട്ടുള്ള സൂചിക.